നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു മുമ്പും ഞാനൊരു ബണ്ണിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് ഞാൻ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ബണ്ണിൻ്റെ റെസിപ്പിയാണ്, മുട്ട ചേർത്തുണ്ടാക്കുന്നത്. ഇത് മുട്ടയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ബൺ, കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള സോഫ്റ്റ് ബൺ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം നല്ല ടേസ്റ്റി അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ബണ്ണിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ബണ്ണുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 3/4 കപ്പെന്ന് പറഞ്ഞാൽ 180 മില്ലിലിറ്ററാണ് കേട്ടോ. ഇത് ഇളം ചൂടുള്ള പാലാണ്, ഒത്തിരി ചൂടില്ല, എന്നാൽ അങ്ങ് റൂം ടെമ്പറേച്ചറിലുള്ളതുമല്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും മതി. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആക്റ്റീവായി കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് അന്നേരം തന്നെ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റിന് ഒരു അല്പസമയം ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇപ്പം ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് പൊങ്ങി ആക്ടിവേറ്റ് ആയതിനു ശേഷം മാത്രമേ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ ഇന്നത്തെ ബണ്ണിന് ആവശ്യമായിട്ടുള്ള മൈദ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഫ്ലോർ എന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 300-320 ഗ്രാമോളം ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഈ ഈസ്റ്റിൻ്റെ മിക്സുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ പാലും അതുപോലെ മൈദയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 50 ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് ഈ ബട്ടറും അതുപോലെ ഈ മാവും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഈ ബട്ടർ എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കാൻ പ്രത്യേകം. ഇപ്പോൾ ഞാൻ ആ ബട്ടറും മാവും കൂടി ഇവിടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും, എങ്കിലും ഇതിലിനി പൊടിയൊന്നും കൂടുതൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനി നന്നായിട്ട് കുറച്ചേറെ നേരം കൈകൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഞാനിത് കുഴയ്ക്കുന്നതിന് വേണ്ടി ഈ ടേബിളിലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് കുറച്ചേറെ നേരം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കണം. ഒരു 5-6 മിനിറ്റെങ്കിലും മിനിമം കുഴയ്ക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവായിട്ട് ഇത് കിട്ടത്തുള്ളൂ. എത്രത്തോളം സ്മൂത്ത് ആവുന്നോ അത്രത്തോളം നമ്മുടെ ബണ്ണും സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഞാനിത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഒരു മാവായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടിയാണ്, മാവിന് കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഇളം ചൂട് വെള്ളമോ ചൂട് പാലോ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പലരുടെ മെഷറിംഗ് കപ്പിൻ്റെ അളവ് തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മാവ് ഭയങ്കര ടൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ അല്പം ഇളം ചൂട് പാൽ കേട്ടോ, അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളമാണെങ്കിലും ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ അത് തിരിച്ചിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു പരുവത്തിന് ആക്കിയെടുക്കണം. ഇതിനെ നമുക്കൊന്ന് അടച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ മാവ് ആ കുഴച്ച് വെച്ചതിൻ്റെ ഇരട്ടിയിലധികം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ കവർ ചെയ്തേക്കുന്നതൊന്ന് മാറ്റിയതിന് ശേഷം ഇത് ഒരിക്കൽ കൂടി ഒരു അല്പസമയം ഒന്ന് നന്നായിട്ട് പഞ്ച് ചെയ്ത് കുഴച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒരിക്കൽ കൂടി കുഴച്ചതിന് ശേഷം ഇവിടെ ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള ഒരു 16 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ എളുപ്പത്തിന് വേണ്ടി ആദ്യം ഇതിൻ്റെ മിഡിലിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിനെ ഇതുപോലെ 2 ആക്കുക, വീണ്ടും 2 ആക്കുക. അങ്ങനെ നമുക്കിതൊരു 16 പീസായിട്ട് എടുക്കാൻ പറ്റും.
ഓരോ പീസും ഇതുപോലെ ഒരു 4 ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരേ വലിപ്പമായിരിക്കണം കേട്ടോ. ഒന്ന് തൂക്കി നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പം വെയിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ തൂക്കി നോക്കി ഏകദേശം ഒരേ അളവിൽ തന്നെ ആക്കി എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 16 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം. ഇതിൽ നിന്ന് ആദ്യം ഒരു പീസ് എടുത്ത് നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ബണ്ണിന് വേണ്ടി റോളാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അകത്തേക്കാക്കി നല്ല തിക്കായിട്ട് ഒരു ബോളിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി ഉരുളകളാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനം ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ 8x8 ഇഞ്ചസ് വലുപ്പമുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ നെടുകയും കുറുകയും 4 എണ്ണം വെച്ചാണ് 16 എണ്ണമായിട്ട് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ട്രെയിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്നാൽ ആ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ആ 16 പീസും ഇവിടെ ആ ബണ്ണിൻ്റെ ഷേപ്പിലാക്കി പാനിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരിക്കൽ കൂടി ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം കൊണ്ടോ ഒന്ന് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ കൂടി ഒന്ന് വെക്കണം. അപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് ഇരട്ടി വലുപ്പത്തിലായി കിട്ടും. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള മാവൊക്കെ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സമയം നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഓവൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള പാന് ഒരു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ച് നന്നായിട്ട് ചൂടാകാൻ വെക്കണം കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള ഈ ട്രേ സ്റ്റൗ ടോപ്പിലുള്ള പാനിലേക്ക് ഇറങ്ങിയിരിക്കത്തില്ല. കുറച്ച് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഞാനിതൊന്ന് ഓവനിലാണ് വെക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം പാല് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിന്നിത് എഗ്ലെസ് ഡിന്നർ റോൾസ് ആണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പാല് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം മുട്ടയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതാണെങ്കിലും ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിലേക്ക് പാലെല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെയും നമ്മുടെ ചൂടായിട്ടിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലുള്ള പാനിലാണെങ്കിൽ അതിൽ വെച്ച് ഓവനിലാണ് 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 18 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെച്ച് ഒരു 20 മുതൽ 22-23 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. എങ്കിലേ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ നമ്മുടെ ബണ്ണിന് വരത്തുള്ളൂ കേട്ടോ. ഞാനിന്നിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 18 മുതൽ 20 മിനിറ്റ് വരെ വേണ്ടി വരുള്ളൂ 200 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പം നമുക്കിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബണ്ണിപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് ബേക്കായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓവനിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് ആ നല്ലൊരു ബ്രൗൺ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെക്കുകയാണെങ്കിൽ ഇത്രയും ആ ബ്രൗൺ കളർ കിട്ടത്തില്ല കേട്ടോ. ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. നല്ല ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതിനും അതുപോലെ ആ മുകൾ ഭാഗം നന്നായിട്ട് ഒന്ന് ഷൈനിങ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ അതിലേക്ക് ആ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് പോയതിന് ശേഷം ഈ ട്രേയിൽ നിന്ന് പുറത്തെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ പാവ് ഭാജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന പാവായിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഞാനിതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒന്ന് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ബണ്ണ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.